ഹലോ, ഇത് ഫർസാനൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കിയാലും മതി. സോ ഫർസാനൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെൻസിൻ്റെ ഷെയ്ഡായിരുന്നു. ഞാൻ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാറ് ഓ ലെൻസിൻ്റെ തന്നെ, അതേപോലെ തന്നെ ഫ്രഷ് ലുക്കിൻ്റെയും 2 ബ്രാൻഡിൻ്റെ ലെൻസാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇവിടെ ഫർസാനയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഓ ലെൻസിൻ്റെ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഹെസൽ, ഒലീവ് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഷെയ്ഡ് ഓ ലെൻസിൻ്റെ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഐ മേക്കപ്പിൽ ലാഷൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലിറ്റർ എന്ന് പറയുന്നത് അർബൻ ഡിക്കറ്റ് ഗ്ലിറ്ററാണ്. ലിറ്റ് കോസ്മെറ്റിക്സ് അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഗ്ലിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഗ്ലിറ്റർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ബ്ലഷ് അതുപോലെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫർസാനൊക്കെ നന്നായിട്ട് വാലിട്ട് കണ്ണെഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കട്ടിയിൽ കൊടുക്കാതെ ജസ്റ്റ് സിമ്പിളായിട്ട് ലൈനാണ് ചെയ്യുന്നത്. അത് ഐസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നന്നായിട്ട് ലൈൻ ചെയ്യുന്നത്. നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ഫിനിഷിങ്ങിൽ വരിക. അപ്പോൾ നമുക്ക് പേഴ്സണലി നമ്മളെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചിലപ്പം ബെറ്ററായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവരും എന്താക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ പിന്നെ ചെയ്യുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണ്. ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ ഐബ്രോ ഫില്ലിംഗ് ഒക്കെ ചെയ്യാറും. ഒരുപാട് വരച്ച് അങ്ങനെ ഐബ്രോ ഫില്ല് ചെയ്യാറില്ല. ചില ബ്രൈഡ്സിനും നന്നായിട്ട് വരച്ച് ഫില്ല് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യും. ചിലർക്ക് ചെറിയ രീതിയിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു ഐബ്രോൻ്റെ ജെല്ല് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അത് നല്ല രീതിയിൽ കോംബ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ പാക്കിൻ്റെ തന്നെ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ബ്രാൻഡിൻ്റെ ഐബ്രോ പാലറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫിക്സർ അപ്ലൈ ചെയ്യുന്നുണ്ട്. റയർ ബ്യൂട്ടിൻ്റെ, ബ്ലഷ് ഡ്രോപ്സിൻ്റെ, ന്യൂഡിസ്റ്റിക്സിൻ്റെ അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ ബ്ലഷ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പാക്കിൻ്റെ ഫിക്സറാണ് കേട്ടോ, മൈക്രോ ഫിക്സറാണ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ടൈമും ഉണ്ടാവില്ല. അതേപോലെ കുറേ ക്ലിപ്പ് ഇങ്ങനെ ക്യാമറ ഓണാക്കാൻ മറക്കും. ആൾക്ക് ഞാൻ ഒരുപാട് 2-3 ബ്രാൻഡിൻ്റെ ലിപ്പ് ഷെയ്ഡ് ഫിക്സ് ചെയ്തിട്ടാണ് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ടോണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലും അതേപോലെ തന്നെ ഐ മേക്കപ്പിനും ഔട്ട്ഫിറ്റിനും ഒക്കെ മാച്ച് ആക്കിയിട്ടാണ് ലിപ്സ്റ്റിക്കിൽ അപ്ലൈ ചെയ്യാറ്. പിന്നെ നമ്മൾ നന്നായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ലിപ്പ് ഷേപ്പ് ചെയ്യുക പറയുന്നത് നമുക്ക് നല്ല ക്ഷമയുള്ള പരിപാടിയാണ്. കൺസീലറോ അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഫൗണ്ടേഷനിൽ നിന്ന് കുറച്ച് ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് നമുക്ക് ലിപ്പ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു